ഇപ്പോഴും മനസ്സിലാക്കിയിരിക്കുക, നമ്മൾ കൃഷി എന്ന് പറഞ്ഞാൽ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് പഴയ ജനറേഷൻ പോകുന്ന സ്പീഡിൽ ഇനി കൃഷി ഒരിക്കലും ലാഭത്തിൽ ചെയ്യാൻ പറ്റില്ല. നിസ്സാര ഉദാഹരണം പറയാം. നമ്മൾ പണ്ടൊരു തെങ്ങ് വെക്കുകയാണെങ്കിൽ നമ്മുടെ കാരണവന്മാർ തെങ്ങ് വെക്കുന്നത് ഏത് തരത്തിലുള്ള തെങ്ങാണ്? ഞങ്ങളുടെ ഇവിടെയുള്ളവരെല്ലാവരും, ഈ നാട്ടിലുള്ളവരെല്ലാവരും പറയുന്നത് കുറ്റിയാടി തെങ്ങ് വെക്കണം. കാരണം എന്താണ്? പക്ഷേ കൂടുതൽ ഉൽപ്പാദനം. 150 വർഷത്തേക്കെങ്കിലും ഒരു കൃഷിയെ കണ്ടിട്ടാണ് കാരണവന്മാരൊരു തെങ്ങ്, അതായത് നമ്മുടെ മക്കളുടെ മക്കൾ വരെ സേഫ് ആകാനുള്ള ഒരു പരിപാടി ഒരു കാരണവന്മാർ ചെയ്തിരുന്നുള്ളൂ. അവർ പറമ്പിൻ്റെ അതിൽ ഒരു കല്ലും മറ്റും അങ്ങോട്ട് മാറിപ്പോയെന്ന് പറഞ്ഞാൽ അയലോക്കംകാരനുമായിട്ട് കേസ് കളിച്ചും വഴക്ക് പിടിച്ചും എന്തുമാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ ജനറേഷൻ പിള്ളേർക്കോ അവർക്ക് സ്ഥലവും വേണ്ട, അതിരും അറിയാൻ മേല. എവിടെയല്ല അതിര്? വീട്ടുകാർ കുടുംബത്തെ പഴയ തറവാട്ട് സ്വത്താണല്ലോ എന്നൊക്കെ ഓർത്ത് വിൽക്കുന്നില്ല. വേറെ എവിടെയെങ്കിലും രാജ്യത്തിരുന്നിട്ട് ആരെങ്കിലും വിറ്റിട്ട് പൈസ നടച്ച് ട്രാൻസ്ഫർ തന്നാൽ വില ഇച്ചിരി കുറഞ്ഞാലും കുഴപ്പമില്ല. ഇന്നത്തെ പിള്ളേരോട് ചോദിച്ചു നോക്ക്, എവിടെയാണ് സ്ഥലം? ആർക്കാണ് വേണ്ടത്? അവർക്കാർക്കും ഇതിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. കൃഷി 150 വർഷത്തേക്കുള്ള കൃഷി ആണ് നമ്മുടെ കാരണവന്മാർ ചെയ്തിരുന്നെങ്കിൽ ഇന്നത്തെ ഒരു അവസ്ഥ എന്നാണെന്നറിയോ? ഈ കാരണവന്മാരായിട്ടുള്ള ആൾക്കാർ പോലും അവരുടെ ആറ്റിറ്റ്യൂഡ് മാറ്റി. ഒരു മംഗോസ്റ്റിൻ വെക്കണമെന്നതിനെക്കുറിച്ച് ഒരാളോട് പറഞ്ഞാൽ ആദ്യത്തെ ചോദ്യം എത്രാം വർഷം കായ്ക്കും? ഒരു 8 വർഷം എടുക്കും. ഇൻട്രസ്റ്റ് ഇല്ല. നമ്മൾ വെച്ചാൽ എനിക്ക് കിട്ടണം. പിള്ളേരത് അവരുടെ കാര്യമൊക്കെ അവർ എന്നാന്ന് വെച്ചാൽ നമുക്കതിനകത്ത് ഇതായി മാറും. അപ്പം സ്പീഡാവുകയാണ് കൃഷിയിലും. അതാണ് നമ്മൾ മനസ്സിലാവേണ്ടത്. സ്പീഡ് വേണം. ആ സ്പീഡിന് മാച്ച് ചെയ്യുന്ന ടെക്നോളജിയാണിത്. മറ്റതെല്ലാം പണ്ട് പരമ്പരാഗത സാധനം മുഴുവൻ സ്ലോയാണ്. അത് അന്നത്തെ ജനറേഷൻ വളരെ സ്ലോ ആയിട്ട് ഇവിടുന്ന് നടന്ന് പോയിക്കൊണ്ടിരുന്ന ആൾക്കാർ അന്നത്തെ കാലത്ത് ഒരു കല്യാണം നടക്കുന്നത് മിക്കവാറും പയ്യൻ്റെ വീടും പെണ്ണിൻ്റെ വീടും തമ്മിൽ 1 കിലോമീറ്ററൊക്കെ ദൂരമുള്ളൂ. നടന്നു പോകുന്ന ദൂരത്തിലുള്ള കല്യാണമുള്ളൂ. മിക്കവാറും ബന്ധുക്കൾ ഇങ്ങോട്ടുമാണ് കല്യാണം കഴിക്കുന്നത്. നടന്നാണ് കല്യാണ ചെറുക്കനും പയ്യനൊക്കെ വന്നിട്ടുള്ളത്. ആ കാലത്തെ പാറ്റേണാണ് ജൈവകൃഷി, പരമ്പരാഗത ജൈവകൃഷി. ആ കാലത്ത് അത്രയും സ്ലോ ആണ് എല്ലാം. ചെടികളും സ്ലോ ആണ്, പശുവും സ്ലോ ആണ്. പശുവിന് നാഴിപ്പാൽ കിട്ടും. എല്ലാം സ്ലോ പ്രോസസ്സ്. കാളവണ്ടിയിലായിരുന്നു യാത്ര, കാളവണ്ടിയാണ് പരമാവധി. ആ കാലത്തിന് മാച്ച് ചെയ്യുന്ന സാധനമാണ് പരമ്പരാഗത കൃഷി രീതി. ഇന്ന് സ്പീഡിൻ്റെ കാലമാണ്. സ്പീഡിൻ്റെ കാലത്ത് ഒരു ചെടിക്ക് വേണ്ട ടക്കെന്ന് കൊടുക്കണം, പെട്ടെന്ന് പ്രൊഡക്ഷൻ ഉണ്ടാവണം, പെട്ടെന്ന്. ചെടി അതുപോലെ തന്നെയാണ്. കാരണം ഹൈബ്രിഡ് നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നല്ല ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന പ്രോജക്റ്റാണ് ഈ ഹരിത വിപ്ലവം.